ഒരു കാന്തം രണ്ടായി മുറിഞ്ഞാൽ ആ ഭാഗങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അത് ആകർഷിക്കാതെ വികർഷിക്കും. ഈ പ്രസ്താവന പൂർണ്ണമായും ശരിയല്ല. അത് ആകർഷിക്കുമോ വികർഷിക്കുമോ എന്ന് ആ കാന്തത്തിൻ്റെ സ്വഭാവമനുസരിച്ചായിരിക്കും. കാരണം പല ആവശ്യങ്ങൾക്കായി പലതരം കാന്തങ്ങൾ നിലവിലുണ്ട്. അവയുടെ ധ്രുവങ്ങൾക്കും പ്രത്യേകതകളുണ്ടായിരിക്കും. ഇതാ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്തങ്ങളായ കാന്തങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഇത് ബാർ മാഗ്നറ്റ്. പരീക്ഷണശാലകളിലും മറ്റും എക്സ്പെരിമെന്റുകൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. ഇത്തരത്തിലുള്ള റിംഗ് ആകൃതിയിലുള്ള കാന്തങ്ങളും പല ആവശ്യങ്ങൾക്കായിട്ട് പരീക്ഷണ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. പല വലിപ്പത്തിലുള്ളത് ഡിസ്ക് കാന്തങ്ങൾ. അതുപോലെ തന്നെ ചതുരാകൃതിയിലുള്ള കാന്തം. സ്പീക്കറുകൾക്കും മറ്റും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റിംഗ് മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ടേപ്പ് റെക്കോർഡുകളിലും മറ്റും ഉപയോഗിക്കുന്ന മോട്ടോർ. ഈ മോട്ടോറിനുള്ളിൽ ഉപയോഗിക്കുന്നത് മറ്റൊരു തരം റിംഗ് കാന്തമാണ്. ഇതും ചതുരാകൃതിയിലുള്ളൊരു കാന്തമാണ് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ഇവയുടെയൊക്കെ പോളുകൾ, ധ്രുവങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ബാർ മാഗ്നറ്റിൽ ഒരു സ്പോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അത് നോർത്ത് പോളാണ്. നമുക്ക് നോക്കാം. കാന്തസൂചിയുടെ നോർത്ത് പോൾ വികർഷിച്ച് സൗത്ത് അതിലേക്ക് ആകർഷിക്കുന്നു. ഇനി സൗത്ത് പോളാണ് ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ നോർത്ത് പോൾ അവിടേക്ക് ആകർഷിക്കും. ഇത്തരത്തിലുള്ള ഡിസ്ക് കാന്തങ്ങളാണെങ്കിൽ ഈ ഡിസ്കിന്റെ ഒരു ഫേസിൽ ഒരു റിംഗ് വരച്ചിട്ടുണ്ട്, മറുവശത്ത് വരച്ചിട്ടില്ല. ഈ റിംഗ് വരച്ചിരിക്കുന്ന ഭാഗം കൊണ്ടുപോയി നോക്കാം. നോർത്ത് പോൾ വികർഷിച്ച് സൗത്ത് പോളാണ് ആകർഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നോർത്ത് പോളാണ്. ഈ ഭാഗമാണെങ്കിലോ അത് സൗത്ത് പോൾ. ഈ സ്പീക്കറിൽ ഉപയോഗിക്കുന്ന ഇത്തരം കാന്തങ്ങളിൽ ഇത് വൃത്താകൃതിയിലാണ്. അപ്പം എവിടെ ആയിരിക്കും ഇതിൻ്റെ നോർത്തും സൗത്തും എന്ന് സംശയമുണ്ടാകും. സംശയിക്കട്ടെ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നോർത്തും ഒരു ഭാഗത്ത് സൗത്തും ആയിരിക്കും. ഏതാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് രേഖപ്പെടുത്താത്തത്. നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ ഇത് സൗത്ത് പോൾ. കാരണം നോർത്ത് പോൾ, കാന്തസൂചിയുടെ നോർത്ത് പോളാണ് ആകർഷിച്ചത്. ഈ ഭാഗം കൊണ്ടുപോയാൽ സൗത്ത് പോൾ ആകർഷിക്കും. ഈ ചതുരാകൃതിയിലുള്ള കാന്തത്തിൻ്റെ നമ്മൾ സ്വാഭാവികമായിട്ടും കരുതുന്നത് ഇതിൻ്റെ ഒരു ഭാഗം നോർത്തും മറ്റൊരു ഭാഗം സൗത്തും ഒന്നായിരിക്കും. പക്ഷേ എന്നാൽ അങ്ങനെയല്ല. ഇത് കണ്ട, അത് ഇങ്ങോട്ട് ആകർഷിച്ച് തന്നെ നിൽക്കുന്നത്. അതിന് കാരണമുണ്ട്. ഇതാ ഇപ്പോൾ നോക്കൂ, ഈ ഭാഗം നോർത്ത് പോൾ, ഈ ഭാഗം സൗത്ത് പോൾ. എന്നാൽ ഈ മോട്ടോറിൽ ഉപയോഗിക്കുന്ന ഇത്തരം കാന്തങ്ങൾക്ക് നോർത്തും സൗത്തും ഈ ഭാഗവും ഈ ഭാഗവുമല്ല. മറിച്ച് ശ്രദ്ധിക്കുക, ഇതിനുള്ളിൽ തന്നെയാണ് നോർത്തും സൗത്തും ഉള്ളത്. ഇതൊരു റിംഗ് ആണെങ്കിൽ പോലും അതിൽ പ്രത്യേകമായിട്ട് നോർത്ത് സൗത്ത് പോളുകൾ മാഗ്നറ്റൈസ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ഉൾഭാഗങ്ങളിലായിട്ടാണ്.
ഇത്തരത്തിൽ വളരെ ചെറിയ കാന്തങ്ങളും ലഭ്യമാണ്. ഇതിനേക്കാൾ ചെറിയ കാന്തങ്ങളുണ്ട്. ഇവിടെയും ഇതിൻ്റെ ഒരു ഭാഗം നോർത്തും മറ്റൊരു ഭാഗം സൗത്തുമാണ്. ഇനി ഒരു കാന്തം മുറിഞ്ഞു പോയാൽ, ഇത്തരത്തിലൊരു ബാർ മാഗ്നറ്റ് മുറിഞ്ഞു പോയാൽ അത് ചേർത്ത് വെച്ചാൽ ചേർന്ന് തന്നെ ഇരിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു കാന്തം മുറിഞ്ഞു പോയാൽ അത് ചേർത്ത് വെച്ചാൽ ചേർന്നിരിക്കില്ല എന്ന് പറഞ്ഞ പ്രസ്താവന പൂർണ്ണമായും ശരിയല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇത് ചേർന്നിരിക്കും. അതിന് കാരണം ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. അതിനെ നടുക്ക് വെച്ച് മുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് ഇവിടെ നോർത്തും ഇവിടെ സൗത്തുമായിരിക്കും. അതുകൊണ്ടാണ് നോർത്തും സൗത്തും ആകർഷിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സ്പീക്കർ കാന്തമോ അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലായിട്ട് നോർത്തും സൗത്തും വരുന്ന ഡിസ്ക് കാന്തങ്ങളോ മുറിഞ്ഞു പോയാൽ തിരിച്ച് അത് ആദ്യത്തെ പൊസിഷനിൽ ചേർന്നിരിക്കില്ല. ഇനിയിരിക്കില്ല. വിട്ടാൽ അത് ചാടിപ്പോകും, വികർഷിക്കും. എന്താ കാരണം? ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഫേസ് നോർത്തും അടുത്ത ഫേസ് സൗത്തുമാണ്. ഇത് മുറിയുമ്പോഴും അതിൽ മാറ്റം വരുന്നില്ല. ഇവിടെ സൗത്തും ഇവിടെ സൗത്തും തന്നെയാണ്. അപ്പൊ സൗത്തും സൗത്തും ഒരിക്കലും ആകർഷിക്കില്ല. ഇത്തരത്തിൽ ചതുരാകൃതിയിലുള്ള ഒരു കാന്തം മുറിഞ്ഞു പോയാലും അത് തന്നെ ആയിരിക്കും സംഭവിക്കുക. കാരണം ഇതിൻ്റെ ഒരു ഭാഗം നോർത്തും ഒരു ഭാഗം സൗത്തും ആയിരിക്കും. മുറിയുമ്പോഴും അങ്ങനെ തന്നെയാണ് വരിക. ഇതിങ്ങനെ ചേർത്ത് വെച്ചാലും വികർഷിച്ച് മാറുകയായിരിക്കും ചെയ്യും. അപ്പോൾ ഓരോ തരം കാന്തങ്ങളും അവയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ നോർത്ത് സൗത്ത് പോളുകൾക്കും വ്യത്യാസമുണ്ടായിരിക്കുമല്ലോ. അത് പൊട്ടുമ്പോൾ ആകർഷിക്കുന്നതും വികർഷിക്കുന്നതും അതിനനുസരിച്ചായിരിക്കും.